ആ ചായക്കടയിലെ വനജ ചേച്ചിയുടെ ഹസ്ബൻഡ് നീ ആയിട്ട് എന്താ ഇടപാട്? അങ്ങനെ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ രാവിലെ. ഓ വനജ ചേച്ചിയുടെ കാര്യമൊന്നും പറയണ്ട. അയാൾ ഇതിനെ വെള്ളം അടിച്ച് വീട്ടിൽ കിടന്ന അലമ്പും സംശയ രോഗവും കഷ്ടപ്പാടാ പുള്ളിക്കാരുടെ കാര്യം. അതിന് നിന്നെ കണ്ടിട്ട് എന്ത് കൊടുക്കാനാ? നീയേ പഴ. നീ പറഞ്ഞാലും കണ്ട് അയാൾ കേൾക്കൂ. ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ രാത്രി 12:30 ചേച്ചിന്ന് വിളിച്ചായിരുന്നു. വീട്ടിൽ വഴക്കും പാടൊക്കെ ഇല്ലയോ, ഒന്ന് ആശ്വസിപ്പിക്കാന്ന് വിളിച്ചത്. അതിനാണോ മാറി വീട്ടിൽ നിന്ന് നല്ലത് വഴക്കുണ്ടാക്കിയത്. മനുഷ്യനെ ഇങ്ങനെ സംശയരോഗം ഉണ്ടോ? പിന്നെ രാത്രി ഭാര്യയും ഭർത്താവ് ഇരിക്കുമ്പോൾ അങ്ങേറെ പെൺപിള്ള വിളിച്ച് തൊള്ളാൻ പോയി കഴിഞ്ഞാൽ അങ്ങേരെ ഇവിടെ ഒന്ന് കച്ചേരി കിടത്തു. നീ ഒരു പൊട്ടനാന്നല്ലോടെ. രാത്രി 12:30 കഴിഞ്ഞ് വിളിക്കണം. അങ്ങനെ നല്ല ഉറക്കമായിരിക്കും. പക്ഷേ പോടാ, അങ്ങേരെ കൂർക്കം വലിയും കേട്ടല്ലേ ഞങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് രാത്രി വിളിക്കാം. അയ്യടാ 12:30 വിളിക്കണ്ട, ഒരു 1:30 ഒക്കെ കഴിയുമ്പോൾ വിളിച്ചാൽ മതി. 1:30? ഒരു കാര്യം ചെയ്യാം, നേരത്തെ കിടന്ന് ഉറങ്ങാം. നീ വെക്കുമ്പോഴേ എനിക്കൊരു മിസ് കോൾ അടിക്കും. ഞാൻ അന്നേരം വിളിക്കാം. വിളിക്കുമ്പോൾ എഴുന്നേറ്റാൽ മതി. അതൊക്കെ എഴുന്നേറ്റോളാം. എന്നാലും എൻ്റെ അളിയ ഇങ്ങനെ സംശയങ്ങളുണ്ട്. ടോക്സിക് തെണ്ടികൾ. ചേച്ചിയുടെ ഒരു അവസ്ഥയും നിറഞ്ഞു നിൽക്കൂ എന്നിൽ